കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ ജയ് ശ്രീ രാധേശ. ഒന്നാനാം അമ്പെടുത്ത് രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുത്തിയായി. വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം പുകിലു വന്നെൻ്റെ കൈലാസനാഥ. പൊന്നുമകൻ മേഘദാതനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ. പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പാത കടക്കാൻ മോഹമെടുത്തല്ലോ. കാത്തരുളോ ശ്രീരാമ വരമരുളോ ശ്രീരാമ, പ്രാർത്ഥന കേൾക്കാൻ ഇനിയും വൈകരുതേ നീ. കാത്തരുളോ ശ്രീരാമ വരമരുളോ ശ്രീരാമ, പ്രാർത്ഥന കേൾക്കാൻ ഇനിയും വൈകരുതേ നീ. ഒന്നാനാം അമ്പെടുത്ത് രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുത്തിയായി. വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം പുകിലു വന്നെൻ്റെ കൈലാസനാഥ. കാത്തരുളോ ശ്രീരാമ വരമരുളോ ശ്രീരാമ, പ്രാർത്ഥന കേൾക്കാൻ ഇനിയും വൈകരുതേ നീ. കാത്തരുളോ ശ്രീരാമ വരമരുളോ ശ്രീരാമ, പ്രാർത്ഥന കേൾക്കാൻ ഇനിയും വൈകരുതേ നീ. പ്രാർത്ഥന കേൾക്കാൻ ഇനിയും വൈകരുതേ നീ. ജയ് ശ്രീറാം, ജയ് ശ്രീ സീതാറാം. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ദശകം 95 പറയാനുള്ളത്. ധ്യാനയോഗമാണ്. വായിക്കാട്ടോ. ആദൗ ഹൈരണ്യഗർഭീം തനുമവികലാബ് ജീവാന്മികാമാസ്തികസ്ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണകചിതോ വർത്തസേ വിശ്വയോനേ. തത്രാദൃദ്ദേന സത്വേന തൂ ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാ ഹേ ത്വമേവ. അല്ലയോ വിശ്വോൽപത്തി കാരണനായ ഭഗവാനെ, ആദിയിൽ അവിടുന്ന് എല്ലാ ജീവസമൂഹങ്ങളും ലയിച്ചു ചേർന്ന അഖണ്ഡ രൂപമായ ഹിരണ്യഗർഭന്റെ രൂപത്തെ സ്വീകരിച്ച് മായാഗുണങ്ങൾ കലർന്നവനായി ജീവത്വത്തെ പ്രാപിച്ച് വർത്തിക്കുന്നു. ആ മായാഗുണത്തിന്റെ ഏറ്റവും സമൃദ്ധമായ ഭക്തിഭാവമുള്ള സത്വഗുണത്താൽ മറ്റു 2 ഗുണങ്ങളെയും, രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അടിയൻ ഇല്ലാതാക്കും. എന്നിട്ട് ശേഷിക്കുന്ന ആ സത്വഗുണത്തെയും ഉപേക്ഷിക്കും. അപ്രകാരം ഒന്നിനോടും ബന്ധമില്ലാത്തവനായി സ്വയം പൂർണ്ണനായി അവിടുന്ന് തന്നെയായി അടിയൻ വർത്തിച്ചുകൊള്ളും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വിശ്വോൽപത്തി കാരണനായ ഭഗവാൻ ആദിയിൽ അവിടുന്ന് എല്ലാ ജീവസമൂഹങ്ങളും ലയിച്ചു ചേർന്ന അഖണ്ഡ രൂപമായ ഹിരണ്യഗർഭന്റെ രൂപത്തെ സ്വീകരിച്ച് മായാഗുണങ്ങൾ കലർന്നവനായി ജീവത്വത്തെ പ്രാപിച്ച് വർത്തിക്കുന്നു. അപ്പം മായാഗുണങ്ങൾ ഭഗവാൻ എങ്ങനെയാണ്? തൻ്റെ മായാഗുണങ്ങൾക്ക് അതീതനായിട്ടാണ് ഭഗവാൻ വർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സത്വ രജസ് തമോ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ സത്വ രജസ് തമോ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളും ഇല്ലാതാക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിൽ ആ ഒരു ഇത് വരുന്നത്. അങ്ങനെ നമുക്ക് സ്വയം പൂർണ്ണനായി അവിടുന്ന് തന്നെയായി ഭഗവാനിൽ തന്നെ എത്തി, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ലയിച്ച്, അല്ലെങ്കിൽ ഭഗവാനെ പോലെ ആയി അടിയൻ വർത്തിച്ചു കൊള്ളാമെന്നാണ് പറയുന്നത്. അവിടെയാണ് ഭഗവാന്റെ സേവനം വരുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു അടുപ്പം, ഭഗവാനിൽ ആ ഒരു അടുപ്പം വരുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഈ സത്വ രജസ് തമോ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളും നാം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആദ്യം തമോ ഗുണവും പിന്നെ രജോ ഗുണവും ഇല്ലാതാക്കുക. അതിനുശേഷം പതുക്കെ സത്വഗുണവും ഇല്ലാതാക്കുക. അങ്ങനെ വരുമ്പോഴാണ്, അവിടെയാണ് നമുക്ക് ഭഗവത് ദർശനം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. തത്വാന്മേഷാത് കദാചിത് ഖലു വിഷയരസേ ദോഷബാധേവപി ഭൂമൻ ഭൂയോപേഷു പ്രവർത്തിഃ സദമസി രജസി പ്രോദദേ ദുർനിവാരഃ ചിത്തം താവത് ഗുണാച ഗ്രഥിതമിഹ
മിതസ്ഥാനി സർവാണി രോധും തുര്യേ തയേക ഭക്തിഹാ ശരണമിതി ഭവാൻ ഹംസരൂപീന്യഘാതീത്. അല്ലയോ സർവശക്തനായ ഭഗവാനേ, സത്വഗുണം വർദ്ധിക്കുമ്പോൾ വിഷയസുഖാസ്വാദനം ദോഷകരമാണ് എന്ന അറിവുണ്ടായാലും ചിലപ്പോൾ തമോ ഗുണത്തോടൊപ്പം രജോ ഗുണവും വർദ്ധിച്ച് വീണ്ടും ഈ വിഷയസുഖാസ്വാദനം തടയാനാകാതെ വരുന്നു. നമ്മുടെ മനസ്സും ഈ ത്രിഗുണങ്ങളും അത്രമേൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ഈ നിലയിൽ കെട്ടുപിണയപ്പെട്ട അവകളെ തടയുന്നതിന് ഈ മൂന്നവസ്ഥകൾക്കും അതീതനായി തുര്യാവസ്ഥയിൽ വർത്തിക്കുന്ന അങ്ങയിലുള്ള ദൃഢമായ ഭക്തി ഒന്നു മാത്രമാണ് ശരണമായുള്ളതെന്ന് ഹംസരൂപിയായി അവിടുന്ന് സനകാദികളോട് അരുളി ചെയ്തു. അപ്പോൾ എന്താണ്, മനുഷ്യർക്ക് ഈ സത്വഗുണവും രജോ ഗുണവും വരുമ്പോഴാണ് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, മോഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ സത്വ രജസ് തമോ ഗുണങ്ങൾ, ഈ മൂന്ന് ഗുണങ്ങളും ഇല്ലാതാക്കി ഭഗവാനെ അറിയാൻ കഴിയുന്നത് അപ്പോഴാണ്. അങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളും ഇല്ലാതായി ഈ മൂന്നവസ്ഥകൾക്കും അതീതനായിട്ട് തുര്യാവസ്ഥയിലായിട്ട് എന്താ വേണ്ടത്? അങ്ങയിലുള്ള ദൃഢമായ ഭക്തി ഒന്നു മാത്രമാണ് ശരണമായി ഉള്ളതെന്ന് ഹംസരൂപിയായി അവിടുന്ന് സനകാദികളോട് അരുളി ചെയ്തു. അപ്പോൾ ഭഗവാനിലുള്ള ആ ഒരു ഭക്തി മാത്രം, ഈ മൂന്ന് ത്രിഗുണങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനിലുള്ള ആ ഭക്തി മാത്രമാണ് ഏറ്റവും തുര്യമായിട്ടുള്ള അവസ്ഥ, ഏറ്റവും നല്ല അവസ്ഥ എന്നുള്ളത് സനകാദികളോട് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ നാം ഈ മൂന്നവസ്ഥകളെയും ഇല്ലാതാക്കി ഭഗവാനിലേക്ക് വരിക, ഭഗവാനിൽ ആ ഭക്തി യോഗത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ ഭക്തിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ മനസ്സിന് ശാന്തി കിട്ടുന്നത്, സമാധാനം കിട്ടുന്നത്, നമുക്ക് ആ ഭഗവാനിൽ അത്രയും ആനന്ദം കിട്ടുന്നത്. ഭഗവാൻ ആനന്ദ പരബ്രഹ്മമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ മൂന്ന് അവസ്ഥകളെയും ഇല്ലാതാക്കി തരണം ചെയ്ത് ഭഗവാനിലേക്ക് എത്താൻ കഴിയും, ഭഗവാനിലേക്ക് ശരണം പ്രാപിക്കാൻ കഴിയും. അതാണ് സനകാദികളോട് ഭഗവാൻ പറയുന്നത്. സന്ധി ശ്രേയാംസി ഭൂയാംസപി രുചിവിദയാ കർമ്മിണാം നിർമ്മിതാനി ശൂദ്രാനാന്ദച്ച സംസാന്താ ബഹുവിധഗതയഃ കൃഷ്ണതേഭ്യോ ഭവേയൂഃ ത്വം ചാപഖ്യാതസഖ്യേനനു महिततमां श्रेयसां भक्तिमेकां त्वद्भक्त्यानन्दतुल्यः खलु विषयजुषां सम्मतः केन वा स्यात्. അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനേ, കർമ്മികളായുള്ളവർക്ക് അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള നിരവധി ശ്രേയോമാർഗങ്ങളുണ്ട്. ഇപ്രകാരമുള്ള പല മാർഗങ്ങളും തീരെ ചെറിയ നിത്യമല്ലാത്ത ആനന്ദത്തെ നൽകുന്നതാണ്. എന്നാൽ ഇത്തരം മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തി ഒന്നു മാത്രമാണെന്ന് അവിടുത്തെ സഖാവായ ഉദ്ധവരോട് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ ഭക്തിയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിന് തുല്യമായ ആനന്ദം വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ പല മാർഗങ്ങളുണ്ടല്ലേ. ചിലർ കർമ്മയോഗം ചെയ്യുന്നു, ചിലർ ധ്യാനയോഗം ചെയ്യുന്നു, ചിലർ എന്താ ചെയ്യുക, ചിലർക്ക് പലതരത്തിലുള്ള വിഷയസുഖങ്ങളിൽ അങ്ങനെ ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പല പല മാർഗങ്ങൾ, ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങനെ യോഗാമാർഗം, യോഗിക് വിദ്യകൾ, അങ്ങനെ പല രീതിയിലുള്ള ഭക്തി മാർഗങ്ങളുണ്ടല്ലേ. എന്നാൽ ഭഗവാനിൽ തന്നെ മനസ്സുറച്ച് ഈ മൂന്ന് സത്വരജസ് തമോ ഗുണങ്ങൾ ഇല്ലാതാക്കി ഭഗവാനിൽ തന്നെ ആ മനസ്സൂന്നി ഭക്തിയോഗ എന്ന് പറയുന്ന ആ ധ്യാനം, ഭക്തി ധ്യാനം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക്, ആ ഭഗവാനിലേക്കുള്ള ആ ഭക്തി യോഗയിൽ എത്തുമ്പോഴാണ്, അതാണ് ഈ ആനന്ദ വിഷയങ്ങൾ, അതായത് ഈ ആനന്ദമായിട്ടുള്ള വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിനെക്കാട്ടിലുമൊക്കെ ഏറ്റവും ഉയർന്ന സന്തോഷം, ആനന്ദം, പരമാനന്ദം എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത്. തദ്ഭക്ത്യാ തുഷ്ടബുദ്ധേഃ സുഖമിഹ ചരതോ വിച്യുതാശസ്യ ചാശാഃ സർവാഃ സ്യുഃ സൗഖ്യമയ്യഃ സലിലകുഹരഗസ്യേവ തോയൈകമയ്യഃ സോഭയം കലീന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീച ഹൃദ്യാ നാകാം ശക്ത്യേ തദാസ്നാം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേപ്യനീഹഃ. അങ്ങേലുള്ള ഭക്തിയാൽ സന്തോഷചിത്തനും ആശാപാശങ്ങൾ അകന്നവനുമായി ഈ ലോകത്ത് സുഖമായി സഞ്ചരിക്കുന്ന ഒരുവന് എല്ലാ ദിക്കുകളും ഒരുപോലെ സുഖമായിരിക്കും.
അഗാധമായ ജലാശയത്തിന്റെ ആഴത്തിൽ ഒരുവൻ മുങ്ങിക്കിടക്കുമ്പോൾ ചുറ്റും എല്ലായിടവും ജലമയമായി കാണുന്നത് പോലെയാണ് അത്. അപ്രകാരമുള്ള ഭക്തന് ഇന്ദ്രലോകമോ ബ്രഹ്മലോകമോ ഹൃദ്യങ്ങളായ യോഗസിദ്ധികളോ എന്നല്ല, സ്വയം വന്നു ചേരുന്ന മോക്ഷസുഖത്തിൽ പോലും താല്പര്യമുണ്ടാകുന്നില്ല. അപ്പോൾ ഭഗവാന്റെ ആ ഭക്തി വരുമ്പോൾ ഒരു ഭക്തന് മറ്റുള്ളതൊന്നും മറ്റുള്ള എന്താ പറയാ, ഓരോരുത്തർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇന്ദ്രലോകം, ബ്രഹ്മലോകം, അങ്ങനെയൊക്കെയുള്ള പല പല ലോകങ്ങൾ കിട്ടുന്നുണ്ട്. അതിലും കാട്ടിലും ഒക്കെ ഉയരത്തിലാണ് ഭഗവാനോടുള്ള ആ ഭക്തി വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ യോഗസിദ്ധികളോ ഹൃദ്യമായ യോഗസിദ്ധികളോ അല്ലെങ്കിൽ വലിയ വലിയ അറിവുകളോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അഗാധമായ ജലാശയത്തിന്റെ ആഴത്തിൽ ഒരുവൻ മുങ്ങിക്കിടക്കുമ്പോൾ ചുറ്റും എല്ലായിടവും ജലമയമായി കാണുന്നത് പോലെയാണ് അല്ലെ. അപ്പം അങ്ങനെ പല പല ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിലെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ ഭഗവാനിലേക്ക് വരുമ്പോഴാണ് അവർക്ക് ആ പൂർണ്ണത ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. തദ്ഭക്തോ ബാധ്യമനോവഭിജ വിഷയരൈസൈരിന്ദ്രിയാശാന്തി ഹേതോർ ഭക്തൈവാക്രമ്യമാണൈഃ പുനരഭി ഖലു തൈർദുർബലൈർനാഭിജയ്യഃ സപ്താർച്ചിർദീപ്തിദാർച്ചിദദഹതി കില യഥാ ഭൂരിദാരുപ്രപഞ്ചം തത്ഫോക്ത്യാഖേ തദൈവ പ്രദഹതി ദുരിതം ദുർമദഃ കേന്ദ്രിയാണാം. ഇന്ദ്രിയാദികളിൽ അടക്കമില്ലാത്തതിനാൽ വിഷയസുഖങ്ങൾ അവിടത്തെ ഭക്തനെ ബാധിച്ചേക്കാം. എന്നാൽ വീണ്ടും ഭക്തി കൊണ്ട് തന്നെ ആ വിഷയസുഖങ്ങളെ ആക്രമിച്ചാൽ ദുർബലമായി തീരുന്ന അവയ്ക്ക് ആ ഭക്തനെ ജയിക്കാൻ കഴിയില്ല. പല ശിഖകളായി ജ്വലിക്കുന്ന അഗ്നി വളരെയേറെയുള്ള വൃക്ഷക്കൂട്ടങ്ങളെ ദഹിപ്പിക്കുന്നത് പോലെ ഭഗവത് ഭക്തി സമൂഹം ആ ദുരിതങ്ങളെയെല്ലാം നശിപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരത്തിന് എന്തു സ്ഥാനമാണുള്ളത്? അപ്പോൾ ചിലപ്പോഴൊക്കെ നാം ഭക്തിയിൽ നിന്ന് അകലാറുണ്ടല്ലേ. വീണ്ടും ചിലപ്പോൾ നമ്മൾ മറ്റുള്ള വിഷയസുഖങ്ങളിലേക്ക് പോവാറുണ്ട്. എന്നാൽ തന്നെയും ഭഗവാനിൽ ആ ഉറച്ച ഭക്തി വരുമ്പോൾ വീണ്ടും തിരികെ മടങ്ങി വരുന്നതായിരിക്കും. എന്നിട്ട് എന്തായിരിക്കും? തൻ്റെ കൂടെയുള്ള ഭഗവത് ഭക്തന്മാരുടെ സത്സംഗങ്ങളൊക്കെ കൊണ്ട് അവർക്ക് വീണ്ടും ഭഗവാനിൽ ആ ഭക്തി ഉറയ്ക്കാൻ കഴിയുകയും അവസാനം ആ വിഷയസുഖങ്ങളെ എല്ലാം ഇല്ലാതാക്കി പൂർണ്ണമായി ഭഗവാനിലെ ശരണം പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും. ചിത്താദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ജഹിത്വാ ചിത്തം ശുദ്ധീത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ ത്വദ്ഗാഥാസ്വാദസിഞ്ചാന സതതമരീ മൃജാനോ മയോന്മാത്മാ ചതുർവത്തത്വസൂക്ഷ്മം ഭജതി നതു തദാഭ്യസ്തയാ തർക്കകോട്യാ. മനസ്സലിവ്, ശരീരം നിറഞ്ഞുള്ള രോമാഞ്ചം, ആനന്ദാശ്രുക്കൾ എന്നിവ കൂടാതെയുള്ള മനസ്സ് എപ്രകാരമാണ് ശുദ്ധമാവുക? ഭഗവത് ഭക്തി ഇല്ലാത്ത ഒരുവന് അധികമായ തപസ് കൊണ്ടും അധികമായ വിദ്യ കൊണ്ടും എന്താണ് ഫലം? ഭഗവത് കഥകളുടെ ആസ്വാദനമാകുന്ന സിദ്ധജ്ഞാനത്താൽ നിരന്തരം ശുദ്ധമാക്കപ്പെടുന്ന ആത്മാവ് അഞ്ജനം എഴുതിയ കണ്ണിനെ പോലെ സൂക്ഷ്മതത്വമായ ബ്രഹ്മാനന്ദത്തെ കണ്ടെത്തുന്നു. നിരവധി ശാസ്ത്രാഭ്യാസം കൊണ്ടൊന്നും അപ്രകാരം ആ ബ്രഹ്മജ്ഞാനം കണ്ടെത്താനാവില്ല. അപ്പോൾ ശരീരത്തിൽ എന്താ പറയാ, നിറഞ്ഞുള്ള രോമാഞ്ചവും മനസ്സലിവും ആനന്ദാശ്രുക്കളും ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത് എന്ന് പറയുകയാണ്. അതായത് നമുക്ക് ഒരാളോടൊരു കരുണ, ആ ഒരു മനസ്സലിവുണ്ടാവുക, അതുപോലെ ഒരു സ്നേഹമുണ്ടാവുക, ശരീരത്തിൽ നമുക്ക് ആ സ്നേഹം തോന്നുമ്പോൾ ശരീരത്തിൽ ഒരു രോമാഞ്ചം ഉണ്ടാവുക, അതുപോലെ എന്താ ആനന്ദാശ്രുക്കൾ, എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും ദുഃഖങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു അശ്രു കണ്ണിൽ നിന്ന് ആ കണ്ണുനീര് വരിക, ആ മനസ്സിലൂടെ ആ ആത്മാവിലൂടെ ആ ഹൃദയത്തിലൂടെ ആ നന്മ പുറത്തേക്ക് വരുന്നതാണ് ആ ആനന്ദാശ്രുക്കൾ അല്ലെങ്കിൽ ആ അശ്രുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കരുണ, അങ്ങനെ ഒരു ദയ, ഇതൊക്കെ ഉണ്ടായാൽ മാത്രമല്ലേ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവത് ഭക്തി ഇല്ലാത്ത ഒരുവന് അധികമായ തപസ് കൊണ്ടും അധികമായ വിദ്യ കൊണ്ടും എന്താണ് ഫലം? അപ്പോൾ ചിലരുണ്ടല്ലേ, ഭഗവത് ഭക്തി ഇല്ലെങ്കിലും ഒരുപാട് പഠിക്കും, ഒരുപാട് വിദ്യ ഉണ്ടാക്കും, വിദ്യ സമ്പാദിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് വെറുതെ തപസ് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് ഒരു ഇതുമില്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവത് ഭക്തി ഇല്ലാതെ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് എന്താണ് ഉണ്ടാവുന്നത് അല്ലേ?
അതുകൊണ്ട് അവർക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത്? അവർക്ക് അതുകൊണ്ട് എന്ത് ആനന്ദമാണ് ലഭിക്കുന്നത് അല്ലേ? അപ്പൊ ഭഗവാനിൽ ആ ഭക്തി വരുമ്പോൾ മാത്രമേ ആ ആനന്ദം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവത് ഭക്തി ഇല്ലാത്ത ഒരുവന് അധികമായ തപസ് കൊണ്ടും അധികമായ വിദ്യ കൊണ്ടും എന്താണ് ഫലം? അപ്പൊ അധികമായ തപസ് കൊണ്ടോ അധികമായ വിദ്യ കൊണ്ടോ ഭഗവത് ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഫലവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവത് കഥകളുടെ ആസ്വാദനമാകുന്ന സിദ്ധജ്ഞാനത്താൽ നിരന്തരം ശുദ്ധമാക്കപ്പെടുന്ന ആത്മാവ് അഞ്ജനം എഴുതിയ കണ്ണിനെ പോലെ സൂക്ഷ്മതത്വമായ ബ്രഹ്മാനന്ദത്തെ കണ്ടെത്തുന്നു. അപ്പം ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ, സിദ്ധജ്ഞാനങ്ങളെല്ലാം ലഭിക്കുമ്പോൾ നിരന്തരം ആ ആത്മാവ് ശുദ്ധമാക്കപ്പെടുകയാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ, ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ, ഭഗവാനിൽ ആ സ്നേഹം വരുമ്പോൾ എല്ലാം നമ്മുടെ ആത്മാവ് ശുദ്ധമാവുകയാണ് അല്ലേ? അങ്ങനെ ആ ശുദ്ധമായ ആത്മാവെന്ന് പറയുന്നത് അഞ്ജനം എഴുതിയ കണ്ണിനെ പോലെ സൂക്ഷ്മതത്വമായ ബ്രഹ്മാനന്ദത്തെ കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ആ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? അത്രയും പരമാനന്ദത്തെ, അത്രയും ഒരു അഞ്ജനം എഴുതിയ കണ്ണിനെ പോലെ സൂക്ഷ്മതത്വമായ ബ്രഹ്മാനന്ദത്തെ, ബ്രഹ്മത്തിലുള്ള ആ ആനന്ദത്തെ, ബ്രഹ്മാനന്ദത്തെ, ഇതായിട്ടുള്ള ബ്രഹ്മാനന്ദത്തെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ മറ്റുള്ള എന്തിനെക്കാട്ടിലും വലുതാണ് ആ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ആ ആനന്ദം ലഭിക്കുവാൻ വേണ്ടി ആയിരിക്കണം നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ആ ആനന്ദം, നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ആ ഒരു ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അത് ഭഗവാനിലേക്ക്, ആ ഭക്തിയിലേക്ക് വരുമ്പോൾ മാത്രമാണ്, ഭഗവാനെ അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബ്രഹ്മാനന്ദം കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ആനന്ദത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ എല്ലാവരും ശ്രമിക്കാനായിട്ട്. അപ്പൊ അതിനെന്താണ് വേണ്ടത്? ഈ സത്വരജസ് തമോ ഗുണങ്ങൾക്കും അതീതമായി ഭഗവാനിൽ ആ ഭക്തി വരണം എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ധ്യാനം തേ ശിലേ ശിലയേയം സദനദോ സുഖബന്ധാസനോ നാസികാഗ്ര ന്യസ്താക്ഷഃ പുരഗാദ്വൈർജിത പവന പശ പദചിത്ത പദ്മം തവാഞ്ചം ധാ ഊർധാഗ്രം ഭാവയിത്വാ രവിവിദുഷികിനഃ സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജല ജലധര ശ്യാമളം കോമളാംഗം. അവിടുത്തെ ധ്യാനം അടിയൻ ശീലിച്ചു കൊള്ളാം. ശരീരത്തെ വളയ്ക്കാതെ നിവർത്തിപ്പിടിച്ച് സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് നാസികാഗ്രത്തിൽ നോട്ടമുറപ്പിച്ച് പൂരകം കുംഭകം രേവജം തുടങ്ങിയ പ്രാണായാമങ്ങളാൽ ശ്വാസഗതിയെ നിയന്ത്രിച്ച് താഴേക്കു മുഖമായുള്ള ഹൃദയ പത്മത്തെ മലർന്നു വിരിഞ്ഞതായി സങ്കല്പിച്ച് അതിനു മുകളിലായി സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയെ ഭാവന ചെയ്ത് അവിടെ സ്ഥിതി ചെയ്യുന്ന ആ കാർമേഘം പോലെ ശ്യാമളവും കോമളവുമായ അവിടുത്തെ രൂപത്തെ അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തെ വളയ്ക്കാതെ ഇങ്ങനെ നിവർന്നിരുന്നിട്ട് നിവർത്തി സുഖാസനത്തിൽ ഇരിക്കണം. അതായത് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഇതിൽ ഇരിക്കുക, ചമ്മണം പൂട്ടി അങ്ങനെ കംഫർട്ടായിട്ട് ഇരുന്നിട്ട് നാസികാഗ്രഹത്തിൽ നോട്ടമുറപ്പിച്ച്, നമ്മുടെ ആ നാസികാഗ്രഹം ഇവിടെ നോട്ടമുറപ്പിച്ചിട്ട് ഈ ഒരു പോയിന്റിലാണ്. അങ്ങനെ പൂരകം, കുംഭകം, രേവജം തുടങ്ങിയ പ്രാണായാമങ്ങൾ ശ്വാസഗതിയെ നിയന്ത്രിച്ച് താഴേക്ക് മുഖമാകുന്ന ഹൃദയപത്മത്തെ മലർന്നു വിരിഞ്ഞതായി സങ്കല്പിച്ച് അതിനു മുകളിലായി സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയെ ഭാവന ചെയ്ത് അവിടെ സ്ഥിതി ചെയ്യുന്ന ആ കാർമേഘം പോലെ ശ്യാമളവും കോമളവുമായ അവിടുത്തെ രൂപത്തെ അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ ഇങ്ങനെ നല്ലതുപോലെ കണ്ണടച്ചിരുന്നിട്ട് ശ്വാസഗതികളെയൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ചിട്ട് ആ ഭഗവാന്റെ ആ കാർമേഘ വർണ്ണത്തെ ആ വർണ്ണത്തെ ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ധ്യാനിക്കുമ്പോൾ ഭഗവാനെ കാണാൻ കഴിയുന്നതാണ്. ആ നീലശ്ലഷ്ണകേശം ജ്വലിതമകര സത്കുണ്ടലം മന്ദഹാസാ സ്യാർദ്രം കൗസ്തുഭ ശ്രീപരിഗത വനമാലോരുഹാരാഭിരാമം ഹാ ശ്രീവത്സാംഗം സുബാഹും മൃദുല സതുതരം കാഞ്ചന ഛായചേലം
ചാരു സ്നിഗ്ധോരും അമ്പോരുഹ ലളിതപദം ഭാവഹേയം ഭവന്തം. നന്നായി കറുത്ത മാർദ്ദവമേറിയ മുടിയും തിളങ്ങുന്ന മകര മത്സ്യാകൃതിയായ ശ്രേഷ്ഠ കുണ്ടലങ്ങളും മന്ദഹാസത്താൽ ആർദ്രമായ മുഖവും കൗസ്തുഭരത്നത്തിന്റെ കാന്തി കലർന്നതും വനമാലയായും വലിയ മുത്തുമാലകളാലും മനോഹരവും ശ്രീവത്സമെന്ന മറുകുള്ളതുമായ ആ മാറിടവും ശ്രേഷ്ഠമായ കൈകളും മൃദുലവും മനോഹരവുമായ ഉദരവും പൊൻകാന്തിയാർന്ന ചേലയും അഴകാർന്ന മാംസളമായ ഊരുക്കളും താമരപ്പൂവ് പോലുള്ള തൃപ്പാദങ്ങളും ചേർന്ന അവിടത്തെ രൂപത്തെ അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ എങ്ങനെയുള്ള രൂപത്തെയാണ് അടിയൻ ധ്യാനിക്കുന്നത്? നന്നായി കറുത്ത മാർദ്ദവമേറിയ മുടിയും തിളങ്ങുന്ന മകര മത്സ്യാകൃതിയായ ശ്രേഷ്ഠമായ കുണ്ടലങ്ങളും മന്ദഹാസത്താൽ ആർദ്രമായ മുഖവും കൗസ്തുഭരത്നത്തിന്റെ കാന്തി കലർന്നതും വനമാലയാലും വലിയ മുത്തുകളാലും മനോഹരവും ശ്രീവത്സമെന്ന മറുകുള്ളതുമായ ആ മാറിടവും ശ്രേഷ്ഠമായ കൈകളും മൃദുവും മനോഹരവുമായ ഉദരവും പൊൻകാന്തിയാർന്ന ചേലയും അഴകാർന്ന മാംസളമായ ഊരുക്കളും താമരപ്പൂവ് പോലുള്ള തൃപ്പാദങ്ങളും ചേർന്ന അവിടത്തെ രൂപത്തെ അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ അത്രയും മനോഹരമാണല്ലേ ഭഗവാൻ. അപ്പൊ അങ്ങനെ മനോഹരമായ ആ ഭഗവാന്റെ രൂപത്തെ അടിയൻ എപ്പോഴും ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ രൂപത്തെ നാം എല്ലാവരും എപ്പോഴും ധ്യാനിക്കുക. സർവാംഗേഷ്വംഗരംഗത് കുതുകമിതി മുഹുർധാരയന്നീശാം ചിത്തം തത്രപ്യകത്ര യുജ്ഞേ വദനസരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തുചേതഃ പരമസുഖചിതദ്വൈതരൂപേ വിദന്വന്നന്യനോ ചിന്തയേയം മുഹുരുതി സമുപാരുടയോഗോ ഭവേയം. അല്ലയോ ഈശ്വര, അവിടുത്തെ എല്ലാ അംഗങ്ങളിലും വീണ്ടും വീണ്ടും മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ട് ഒടുവിൽ അവിടുത്തെ മന്ദഹാസത്താൽ ആർദ്രമായ സുന്ദരമായ ആ മുഖാരവിന്ദത്തിൽ ഒരിടത്തായി അടിയൻ മനസ്സിനെ ചേർത്ത് വയ്ക്കും. ഇപ്രകാരം അവിടത്തിൽ അലിഞ്ഞു ചേരുന്ന മനസ്സിനെ പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ നിരന്തരമായി യോഗാരൂഢനായി ഇരുന്നു കൊള്ളാം. അപ്പോൾ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എപ്പോഴും ഭഗവാനിൽ ആ ധ്യാന യോഗത്തിൽ അടിയൻ ഇരുന്നു കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നാമും ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് അങ്ങനെ ഇത് വരുമ്പോൾ നമുക്ക് ആ സമയങ്ങളിൽ ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പരമാനന്ദം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ധ്യാനത്തിൽ ഇരുന്നു കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ധ്യാനത്തിൽ നമുക്കും ഇരിക്കാം. എല്ലാവരും അങ്ങനെ ആ ധ്യാനത്തിലേക്ക് ഇരിക്കാന്നുള്ളതാണ്. ഇദം ത്വദ്യന്നയോഗേ സതി പുനരമണി മാദിഷ്ട സിദ്ധിം സംസിദ്ധിയസ്താ ദൂരശ്രുത്യാദയോഹപി ഹ്യഹ മഹകിമികയാ സമ്പദേയുർമാ മുരാരേ തൽസംപ്രാപ്തൗ വിളംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം താമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാദ്. അല്ലയോ മുരാരിയായ ഭഗവാനേ, ഇപ്രകാരമുള്ള ധ്യാനയോഗം ഉണ്ടാവുമ്പോൾ അണിമ തുടങ്ങിയ 8 സിദ്ധികളും അണിമ, മഹിമ, ലഖിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രകാശം, ദൂരശ്രവണം ആദിയായവകളും ഒന്നൊന്നായി വന്നു ചേരും. അവിടത്തെ പ്രാപിക്കുന്നതിന് കാലവിളംബമുണ്ടാക്കുന്ന ഇവയൊന്നിനെയും അടിയൻ ആദരിക്കുന്നില്ല. പരമാനന്ദ പൂർണനായ അവിടത്തെ മാത്രമേ അടിയൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അപ്പോൾ ഭഗവാനെ പ്രാപിക്കുന്നതിൽ വരുമ്പോൾ അണിമയോ, മഹിമ, ലഘിമ, ഗരിമ, ഈശുത്വം, വശിത്വം, പ്രാപ്തി, പ്രകാശം എന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അവിടെ ഭഗവാനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് പരമാനന്ദ പൂർണനായ അവിടത്തെ മാത്രമേ അടിയൻ അങ്ങനെ ഭഗവാനെ മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അടിയനെ സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. ദശകം 96
ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മഭക്തി യോഗങ്ങളും. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാര സ്ഥാരാമന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഹൃഗൃർനരോ നരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ചാസുരഭീഹ പക്ഷിണാം വൈനദേയോ നാഗാനാമസ്യ നന്ദഃ സുരസരിദപി ച സ്തോത്രാൻ സ്രോതസാം വിശ്വമൂർത്തേ. നിരുപമമായ മഹാത്മ്യത്തോടു കൂടിയ വിശ്വരൂപിയായ ഭഗവാനെ, അവിടുന്ന് സാക്ഷാത്തായ പരബ്രഹ്മ സ്വരൂപം തന്നെയാകുന്നു. അവിടുന്ന് അക്ഷരങ്ങളിൽ അകാരവും മന്ത്രങ്ങളിൽ പ്രണവവും രാജാക്കന്മാരിൽ മനുവും മുനിമാരിൽ ഭൃഗുവും നാരദനും അസുരന്മാരിൽ പ്രഹ്ലാദനും പശുക്കളിൽ കാമധേനുവും പക്ഷികളിൽ ഗരുഡനും നാഗങ്ങളിൽ അനന്തനും നദികളിൽ ദേവഗംഗയുമാകുന്നു. അപ്പോൾ ഭഗവാൻ ആരാകുന്നു? അക്ഷരങ്ങളിൽ അകാരവും മന്ത്രങ്ങളിൽ പ്രണവവും ഓം, രാജാക്കന്മാരിൽ മനുവും മുനിമാരിൽ ഭൃഗുവും നാരദനും അസുരന്മാരിൽ പ്രഹ്ലാദനും പശുക്കളിൽ കാമധേനുവും പക്ഷികളിൽ ഗരുഡനും നാഗങ്ങളിൽ അനന്തനും നദികളിൽ ദേവഗംഗയുമാകുന്നു. അപ്പൊ ഇതെല്ലാം ഭഗവാൻ തന്നെയാണല്ലേ. അകാരം എന്ന മന്ത്രവും പ്രണവവും മനുവും ഭൃഗുവും നാരദനും പ്രഹ്ലാദനും കാമധേനുവും ഗരുഡനും അനന്തനും ദേവഗംഗയും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഓരോ ഇതും ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. ബ്രഹ്മണ്യാനാം ബലിസ്ത്വം കൃതിഷു ച ജപ യജ്ഞോ വസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ദാമ തേജസ്വിനാം ത്വാം ഹ നാസ്ത്യന്താസ്ത്വത് വിഭുതേർവികസദതിശയനം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം വ്രതാനം യതിക ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. അവിടുന്ന് ബ്രാഹ്മണ ഭക്തരിൽ മഹാബലിയും യജ്ഞങ്ങളിൽ യജ്ഞവും വീരന്മാരിൽ അർജുനനും ഭക്തന്മാരിൽ ഉദ്ധവനും ബലവാന്മാരിൽ ബലിയും തേജസ്വികളിൽ തേജസ്സുമാകുന്നു. അവിടുത്തെ വിഭൂതികൾക്ക് അവസാനമേ ഇല്ല. വ്യക്തമായ ഉത്കർഷത്തോടു കൂടിയ സകല വസ്തുക്കളും അവിടുന്ന് തന്നെയാകുന്നു. അവിടുന്ന് പുരുഷനും പ്രകൃതിയുമാകുന്നു. അവിടുന്നല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണ ഭക്തരിൽ മഹാബലിയും യജ്ഞങ്ങളിൽ ജപയജ്ഞവും, അതായത് നമ്മൾ ഹരേ കൃഷ്ണ നാമങ്ങൾ പറയില്ലേ, അത് ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ, ഓം നമ ശിവായ, അങ്ങനെ പല പല നാമങ്ങൾ നമ്മൾ പറയാറില്ലേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ, അങ്ങനെ ഹരേ കൃഷ്ണ നാമം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇങ്ങനെയുള്ള നാമങ്ങള്. ഈ നാമങ്ങളിൽ ജപയജ്ഞം, യജ്ഞങ്ങളിലുള്ള ജപയജ്ഞവും വീരന്മാരിൽ അർജുനനും ഭക്തന്മാരിൽ ഉദ്ധവരും ബലവാന്മാരിൽ ബലിയും തേജസ്സികളിലുള്ള തേജസ്സും ഞാനാകുന്നു, ഭഗവാനാകുന്നു. അവിടുത്തെ വിഭൂതികൾക്ക് അവസാനമേ ഇല്ല. വ്യക്തമായ ഉത്കർഷത്തോടു കൂടിയ സകല വസ്തുക്കളും അവിടുന്ന് തന്നെയാകുന്നു. വ്യക്തമായ ഉത്കർഷത്തോടു കൂടിയിട്ടുള്ള സകല വസ്തുക്കളും ഭഗവാൻ തന്നെയാകുന്നു. അവിടുന്ന് പുരുഷനും പ്രകൃതിയുമാകുന്നു. അവിടുന്ന് തന്നെയാണ് ശിവനും പാർവതിയും. പുരുഷനും പ്രകൃതിയും ഭഗവാൻ തന്നെയാകുന്നു. അവിടുന്നല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അവിടുന്ന് തന്നെ ആകുന്നു എല്ലാം എന്നാണ് ഇവിടെ പറയുന്നത്. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപദവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോ ഭന്തർവിരാഗോ വികസതിക്ഷണൈകൈഃ സന്ധ്യജന്തോ ലഭന്തേഹ സത്താസ്മൂർത്തി പ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷു ഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. അല്ലയോ ഭഗവാനെ, വേദമാർഗത്തിൽ നിർദ്ദേശിക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളെ അങ്ങയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ആചരിക്കുന്നവന് ഉള്ളിൽ വിരക്തി വർദ്ധിക്കുന്നു. അപ്രകാരം ക്രമമായി ആ ധർമാചരണങ്ങളെയെല്ലാം പരിത്യജിച്ച്
സച്ചിദാനന്ദ സ്വരൂപമായതും നാനാവസ്തുക്കളിലും ഏകമായിരിക്കുന്നതും പവിത്രവും കാരണരഹിതവും വിശ്വസൃഷ്ടിക്ക് കാരണഭൂതനും പരബ്രഹ്മവുമായ അവിടുന്ന് അടിയൻ തന്നെയാണെന്ന അറിവ് ലഭിക്കുന്നു. അപ്പോ അല്ലയോ ഭഗവാനെ, വേദമാർഗത്തിൽ നിർദ്ദേശിക്കുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളെ അങ്ങയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ആചരിക്കുന്നവന് ഉള്ളിൽ വിരക്തി വർദ്ധിക്കുന്നു, അല്ലെ? അപ്പൊ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനിൽ ആ ഭക്തി കൊണ്ടുവരുന്ന ഒരു ഭക്തന് പതുക്കെ പതുക്കെ തൻ്റെ വിരക്തി സംഭവിക്കുകയാണ്. വിരക്തി സംഭവിച്ച് പൂർണ്ണമായിട്ടും ആ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനിൽ ആ ഒരു ഭക്തി ഉണ്ടാവുകയും ഭഗവാനിൽ ആ ഒരു ശരണഗതി ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഏകമായിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏകമായിരിക്കുന്നതും പവിത്രവും കാരണരഹിതവും വിശ്വസൃഷ്ടിക്ക് കാരണഭൂതനും പരബ്രഹ്മവുമായ അവിടുന്ന് അടിയൻ തന്നെയാണെന്ന് അറിവ് ലഭിക്കുന്നു. അപ്പോൾ എല്ലാവരിലും ഭഗവാന്റെ ആ അംശം തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരിലും ആ ഭഗവാൻ ഉണ്ട്, കുടികൊള്ളുന്നുണ്ട്. അപ്പൊ ആ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് നാം എല്ലാം. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴുണ്ടാവുന്നോ അപ്പോഴാണ് നാം ഭഗവാനെ അറിയുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഭഗവാനിൽ ആ ശരണാഗതി പ്രാപിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം കർമാവ വിഭക്തി സ്ത്രീയതമിഹ ഭവത് പ്രാപകം തത്ര താവൻ നിർവാണനാമാശേഷ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേ ഫതികാരഃ സക്താനാം കർമ്മയോഗസ്ത്വയി വിനിഹിതോ യേതു നാദ്യന്തസക്താ നാഭ്യതന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹൃഷീമാം. അല്ലയോ ഭഗവാനെ, ജ്ഞാനവും ഭക്തിയും കർമ്മവും അവിടത്തേക്ക് പ്രാപിക്കാനുള്ളവയാകുന്നു. അവയിൽ എല്ലാത്തിലും വിരക്തിയുള്ളവർ ജ്ഞാനയോഗത്തിന് അധികാരികളാവുന്നു. അവയിൽ എല്ലാത്തിനും ആസക്തരായവർ കർമ്മയോഗത്തിന് അധികാരികളാകുന്നു. എന്നാൽ അവയിൽ എല്ലാത്തിലും അത്യധികമായ വിരക്തിയോ അത്യധികമായ ആസക്തിയോ ഇല്ലാത്ത ഭഗവത് പ്രേമാനന്ദ രസത്തിൽ മുഴുകി കഴിയുന്നവർക്ക് ഭക്തിയോഗത്തിന് അധികാരമുണ്ടാകുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ജ്ഞാനവും ഭക്തിയും കർമ്മവും അവിടത്തേക്ക് പ്രാപിക്കാനുള്ളത് ആകുന്നു, അവിടത്തെ പ്രാപിക്കാനുള്ളതാകുന്നു, അല്ലെ? അപ്പൊ ജ്ഞാനവും ഭക്തിയും കർമ്മവും എല്ലാം ഭഗവാനെ പ്രാപിക്കാനുള്ള കാര്യങ്ങളാകുകയാണ്. അതുപോലെ തന്നെ അവയിൽ എല്ലാത്തിലും വിരക്തിയുള്ളവര്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളില് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വിരക്തിയുള്ളവര് എന്താവുകയാണ്? ജ്ഞാനയോഗത്തിന് അധികാരികളാവുകയാണ്. പിന്നെയോ അവയിൽ എല്ലാത്തിലും ആസക്തരായവർ എന്ത് ചെയ്യാണ്? കർമ്മയോഗികളാവുകയാണ്, കർമ്മയോഗത്തിന് അധികാരികളാവുകയാണ്. എന്നാൽ അവയിലെല്ലാത്തിലും അത്യധികമായ വിരക്തിയോ അത്യധികമായ ആസക്തിയോ ഇല്ലാതെ ഭഗവത് പ്രേമാനന്ദ രസത്തിൽ മുഴുകി കഴിയുന്നവർക്ക് ഭക്തിയോഗത്തിന് അധികാരമുണ്ടാകുന്നു. അങ്ങനെ ഇവയിലൊന്നും ഒരു ആസക്തിയും ഇല്ലാതെ ഇവയിൽ എല്ലാത്തിലും വിരക്തി ഉണ്ടായി അതിൽ അത്യധികമായിട്ടുള്ള ആസക്തിയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ആ ഒരു എന്താ പറയാ ഒന്നിലും ഇതല്ല എന്ന് കരുതി ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ ഇതെന്ന് പറയുന്നത് അത് ഭഗവത് പ്രേമാനന്ദ രസത്തിൽ മുഴുകി കഴിയുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ഭക്തിയോഗത്തിന് അധികാരമുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ജ്ഞാനം തദ്ഭക്തതാം വാഗളകു സുഹൃതവശാന്മർത്യലോകേ ലഭന്തേ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗോ നാരകോ വാഹ ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധി പോതായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണ ബാധായിതസ്താരയേതഹാം. അല്ലയോ ഭഗവാനെ, ഈ മനുഷ്യലോകത്തിൽ ജ്ഞാനവും ഭക്തിയും പൂർവ്വ പുണ്യത്താൽ എളുപ്പം ലഭിക്കുന്നതാണ്. അതിനാൽ സ്വർഗവാസികളും നരകവാസികളും മർത്യജന്മത്തിൽ ഒരുപോലെ കൊതിയുള്ളവരാണ്. അവിടുത്തെ അനുഗ്രഹത്താൽ ഈ സംസാര സാഗരത്തെ മറികടക്കാനുള്ള കപ്പലായ ഈ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന അടിയന് ശ്രേഷ്ഠനായ ഗുരുവിനെ കപ്പിത്താനാക്കി തന്നും അനുകൂലമായി കാറ്റടിപ്പിച്ചും ഈ സംസാര സാഗരത്തെ തരണം ചെയ്യിച്ചു തരുമാറാകണേ. അപ്പോ എന്താണ് പറയുന്നത്? ഭഗവാനിലേക്ക് എത്താനുള്ളൊരു ആ വഴി അത് തുറന്നു തരണേന്നാണ് പറയുന്നത്. ഇപ്പോൾ പുറത്താക്കിയാണെങ്കിൽ ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങളാണല്ലേ. അപ്പൊ ഇതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു നല്ലൊരു ഗുരുവിനെ തന്നിട്ട്
ഇതിൽ നിന്ന് ഈ സംസാര സാഗരത്തിൽ നിന്ന് കടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗുരുവിനെ തന്നിട്ട് ആ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു വഴി, ആ ഒരു കപ്പിത്താനാക്കി അതിനെ അനുകൂലമായി കാറ്റെടുപ്പിച്ച് ഈ സംസാര സാഗരത്തെ തരണം ചെയ്ത് ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു ഇത് തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു നല്ല ഗുരുവിനെ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ഭഗവാനിൽ ആ ഒരു ഭക്തി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഭഗവാനിലേക്ക് ഈ സംസാര സാഗരത്തെ, ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ, നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളെ, ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ഇല്ലായ്മ ചെയ്ത് ഈ സംസാര സാഗരത്തെ കടന്ന് ഭഗവാനിൽ ആ ഒരു അഭയം, ആ ശരണാഗതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവ്യക്തം മാർഗയന്തകാ ശ്രുതിഭിരഭിനയ്യൈഹ കേവല ജ്ഞാന ബുദ്ധാലുബ്ധാഃ ക്ലിശ്യന്തേ ഫതീവ സിദ്ധിം ബഹുതര ജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോ വപിച പരമഫലേനന്വയം ഭക്തിയോഗ സ്ഥാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയീ ഭവത് പ്രാപകോ വർദ്ധതാം മേ. കേവലമായ ജ്ഞാനത്തിൽ മാത്രം തൽപരരായ ആളുകൾ ഉപനിഷത്തുകളും മീമാംസാദി ശാസ്ത്രങ്ങളും പഠിച്ച് അവ്യക്തമായ ബ്രഹ്മത്തെ അന്വേഷിച്ച് കഷ്ടപ്പെടുന്നു. എന്നിട്ട് അനേകം ജന്മങ്ങൾ കൊണ്ട് മാത്രം ആ ബ്രഹ്മത്തെ കണ്ടെത്തി മോക്ഷം നേടുന്നു. ആത്യന്തികമായി നോക്കിയാൽ ആ കർമ്മമാർഗത്തിലും മോക്ഷപ്രാപ്തി വളരെ അകലെയാണ്. എന്നാൽ ഭക്തിയോഗം എന്നത് തുടക്കം മുതൽ തന്നെ ഹൃദ്യമാണ്. താമസമൊന്നുമില്ലാതെ ഭഗവത് പ്രാപ്തി വരുത്തുന്ന ആ ഭക്തിയോഗത്തെ അടിയനിൽ വർദ്ധിപ്പിക്കണമേ. അപ്പൊ ചിലരുണ്ട് എന്തയ്യാ, ഭഗവാനെ ധ്യാനിച്ചിരുന്ന് അങ്ങനെ ഓരോ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതെന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മത്തെ അന്വേഷിച്ച് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ബ്രഹ്മത്തേക്ക് അന്വേഷിച്ച് നടന്ന് അവർക്ക് ചിലപ്പോൾ പല ജന്മങ്ങൾ എടുത്ത് വന്നിട്ടൊക്കെ വീണ്ടും ആ ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ എത്രയോ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഇത് കിട്ടുക. പക്ഷെ ഭക്തി യോഗത്തിൽ വരുമ്പോൾ എന്താണ്, അവിടെ ഭഗവാന് നമ്മൾ എപ്പോഴും ധ്യാനിച്ച് ഭഗവാന്റെ ചിന്തകൾ വന്ന് ആ ഭഗവാനിലുള്ള ആ ഉത്കണ്ഠ, ആ സ്നേഹം, ആ ആനന്ദം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാനിലോട്ട് തന്നെ നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ഭക്തിയോഗയും തമ്മിലുള്ള ഭക്തിയോഗയും അല്ലാതെയുള്ള ഈ പറയുന്ന ബ്രഹ്മത്തെ അന്വേഷിച്ച് കഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭക്തി അത് ഏത് രൂപത്തിലാണ് നിങ്ങൾ പൂജിക്കുന്നതെങ്കിലും ശരി തന്നെ, ആ ഭഗവാനുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഭക്തിയോഗം വരുമ്പോൾ, ഭക്തിയോഗത്തെ അടിയനിൽ വർദ്ധിപ്പിക്കുമ്പോഴാണ്, നമ്മൾ ആ ഭക്തിയോഗത്തെ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഭഗവാനിൽ ആ ഒരു ശരണാഗതി പ്രാപിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് കുറേ പേരൊക്കെ നല്ല ശുദ്ധ മനസ്സുള്ളവരായിരിക്കും, ശുദ്ധഗതിക്കാരായിരിക്കും. നമുക്ക് ആരെയും ദ്രോഹിക്കണമെന്നുണ്ടാവില്ല, ആരെയും എന്തെങ്കിലും തട്ടിപ്പറിക്കണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ എന്തെങ്കിലും കുടുക്കിൽ കൊണ്ട് ചാടിക്കണമെന്നുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്താഗതികളും മറ്റുള്ളവരെ കുറിച്ച് ഉണ്ടാവുകയില്ല. നാം ആരെയും ശത്രുവായിട്ട് കാണുകയുമില്ല. എന്നാൽ തന്നെയും പക്ഷേ നാം ആരെയും ശത്രുവായിട്ട് കണ്ടില്ലെങ്കിൽ തന്നെ നമ്മളെ ഒരുപാട് പേര് ശത്രുവായിട്ട് കാണുന്നവരുണ്ടാവും അല്ലേ. നമ്മിപ്പോൾ അവരോട് ഒന്നിനും പോയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇങ്ങോട്ട് വന്ന് നമ്മളെ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ നമ്മളെ ദ്രോഹിക്കാനും നമ്മളോട് വെറുത്ത് സംസാരിക്കാനും എന്താ പറയുക, ഒരു കാര്യവും ഇല്ലാതെ നമ്മളോട് ദേഷ്യപ്പെടാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലേ. അതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരടങ്ങുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതായത് നാം അവരുടെ ഒരു നാം ഒരു ദ്രോഹവും ചെയ്തില്ല എന്നുണ്ടെങ്കിലും, നാം അവർക്കെതിരെ ഒന്നും പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിലും, നമ്മളെ പോലുള്ള സാധുക്കളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എതിരെ കരുക്കൾ നീക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആരും അറിയാതെ
നമ്മളെ ഒളിഞ്ഞിരുന്ന് അമ്പെയ്യുന്ന ഒരുപാട് ആൾക്കാർ, നമ്മളെ ദ്രോഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് നാം ആരെയും ശത്രുവായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളെ ശത്രുവായി കാണുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് തരണം ചെയ്ത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്ത്, അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്തിട്ട് നമുക്ക് ഭഗവാനിലേക്ക് വരിക. ഭഗവാനിലേക്ക് ആ ഭക്തിയോഗത്തിൽ വന്നിട്ട് ഭഗവാനെ ശരണാഗതി പ്രാപിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കെതിരെ ആരാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് എന്തെങ്കിലും ചെയ്യുന്നത്, അവരെ നാം കണ്ടില്ല എന്നുണ്ടെങ്കിലും ആ ഭഗവാൻ, ആ സർവശക്തനായ ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ കാണും. അപ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ആ വഴികൾ, അങ്ങനെയുള്ള അടഞ്ഞിരിക്കുന്ന വഴികളെല്ലാം തുറന്ന് ആ ഭഗവാൻ തന്നെ അവർക്കുള്ള ശിക്ഷ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വലിയ ആനന്ദങ്ങൾ, വലിയ സുഖങ്ങൾ, അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭക്തി യോഗമാണ്, അങ്ങനെയുള്ള ഒരു ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിഞ്ഞ് ആ ഭഗവാനിൽ ആ ശരണാഗതി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതൊന്നും, മറ്റുള്ള കാര്യങ്ങൾ, പുറമേ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളായിരിക്കും നമ്മളെ വന്ന് എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ പോലും നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ ആ വേദന ഉണ്ടാവുമെങ്കിലും നമ്മളത് ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കത് ഒന്നും അല്ലാതായി മാറുന്നതായിരിക്കും അല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെയാണ്, നമുക്ക് അവരെ അങ്ങനെ ചിലരുണ്ട്, അങ്ങനെയുള്ളവരെ നമുക്ക് തിരുത്താൻ കഴിയുകയില്ല. അങ്ങനെ രാക്ഷസ മനസ്സുള്ള, രാക്ഷസ ബുദ്ധിയുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ഈ സമൂഹത്തിൽ. കലികാലത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അവരെ നമുക്ക് നേർവഴിയെ കൊണ്ടുവരാൻ സാധിക്കുന്നത് അത് വളരെ കഠിനകരമാണ്. അത് നമുക്ക് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. എന്നാൽ അവർ നമ്മോട് പെരുമാറുന്നത് നാം എന്ത് ചെയ്യും? നമ്മൾ ഭഗവാനിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ആ വഴികളെല്ലാം നമുക്ക് അടഞ്ഞ ആ വഴികളെല്ലാം തുറന്ന് നമുക്കത് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ അവരെന്ത് നമ്മളോട് പറഞ്ഞാലും, എന്ത് നമ്മളോട് പ്രവർത്തിച്ചാലും നമുക്ക് അതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നതായിരിക്കില്ല. നമ്മൾ ആ ഭഗവാനിലേക്ക്, ഭഗവാനിലെ ആ അന്തരാത്മാവിലിരിക്കുന്ന ആ ഭഗവാനോടത് സമർപ്പിക്കാന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനായൈവതി യജ്ഞം മുനിരവദതവേ ബ്രഹ്മത്വം ദുസൃണാൻ കാഢം തത്പാദഭക്തിം ശരണമതേയതി യസ്തസ്യ മുക്തിഹാകരാഗ്രേ തദ്ദാഹാപിഹത്തുല്യാ പുനരസുകരതാതി ചിത്തചാഞ്ചല്യഹേതോ രഫ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം. ആ വേദവ്യാസ മഹർഷി ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി മാത്രമായുള്ള അതിയായ പ്രയത്നത്തെ വിലക്കുന്നു. ഏതൊരുവനാണോ ബ്രഹ്മതത്വത്തെ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ പാദഭക്തിയിൽ ഗാഠമായി ശരണം പ്രാപിക്കുന്നത് അവന് മോക്ഷം കൈവരുന്നു. മനസ്സിന്റെ ചാഞ്ചല്യം മൂലമായി ഇവിടെ ധ്യാനയോഗവും മറ്റു യോഗങ്ങൾ പോലെ ദുഷ്കരം തന്നെയാണ്. എങ്കിൽ തന്നെയും അവിടുത്തെ കൃപയാലും ചാരുതയാലും പരിശീലനത്താൽ വേഗം തന്നെ അത് സ്വായത്തമാക്കാൻ കഴിയും. അപ്പോൾ ധ്യാനയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ധ്യാനയോഗം വളരെ കഠിനകരമായിട്ടുള്ള ഒന്നാണെങ്കിൽ കൂടിയും ഭഗവാനുള്ള ആ ഒരു ഭക്തിയും ഭഗവാനിൽ ആ ഒരു ദൃഢനിശ്ചയത്തോടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ, അതാണ് പറയുന്നത്. ആ ഒരു ഭക്തി, ആ ഇത് വരുന്ന സമയത്ത് ആ യോഗങ്ങൾ ദുഷ്കരം തന്നെയാണെങ്കിലും അവിടുത്തെ കൃപയാലും ഭഗവാന്റെ കൃപ കൊണ്ടും അതിൻ്റെ ചാരുതയാലും പരിശീലനത്താൽ ആ ഒരു ധ്യാനയോഗം കൂടി പെട്ടെന്ന് തന്നെ ഭക്തന് പ്രാപ്തമാകുന്നതാണ്, സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് എന്നാണ് വേദവ്യാസ മഹർഷി പറയുന്നത്. നിർവിണ്ണഃ കർമ്മമാർഗേ ഖലു വിഷമതേ തത്കദാചൗ കദൗജൗ ഗഗാഢം കദാദൗ ജഗാഢം ജാതശ്രദ്ധോപി കാമാനയി ഭുവനപദേ നൈവ ശക്നോമി ഹാതുംഹ തത്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംഷു നങ്ഷ്യന്തി സംഗാഹ. അല്ലയോ ലോകനാഥനായ ഭഗവാനേ, വിഷമകരമായ കർമ്മമാർഗത്തിൽ നിന്നും വിരക്തനും ഭഗവത് കഥാസാരങ്ങളിൽ ശ്രദ്ധാലുവും ആണെങ്കിൽ കാമങ്ങളെ, ആശകളെ ഉപേക്ഷിക്കാൻ അടിയന് കഴിയുന്നില്ല.
അതിനാൽ അങ്ങയിൽ വീണ്ടും ഉറപ്പിച്ച മനസ്സോടെ കാമങ്ങൾ ദോഷമാണെന്ന് തിരിച്ചറിയുന്ന ബുദ്ധിയോടെ ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊള്ളാം. അവിടുന്ന് ഉള്ളിൽ വിളങ്ങുമ്പോൾ വിഷയബന്ധങ്ങളെല്ലാം വേഗത്തിൽ നശിച്ചുകൊള്ളും. അപ്പോൾ ചിലരുണ്ട് ഭക്തിയോഗത്തിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് പലതരത്തിലുള്ള എന്താ പറയുക, പല കാര്യങ്ങളിൽ ആ ഒരു ആഗ്രഹം ജനിക്കും. അപ്പം അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് വിഷയബന്ധങ്ങളെല്ലാം മാറ്റി അതെല്ലാം വേഗത്തിൽ നശിപ്പിച്ചിട്ട് ഭഗവാനിലേക്ക് വരാനുള്ള ആ ഒരു ഭക്തി ആ ഭക്തന് നൽകുന്നതായിരിക്കും. കശ്ചിത് ക്ലേശാർജിതാർദ്ധക്ഷയമവിലതവി ദുർദ്യമാനോ ജനൗഖൈഃ പ്രഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജനഃ കാലകർമ്മഗൃഹാവാഹ ചേതോ മേ ദുഃഖഹേതുസ്ഥിതഃ ഗുണഗണം ഭാവയത് സർവകാരി ത്യുക്താ ശാന്തോ ഗതസ്ത്വാം മമ ച ഗുരുവിഭോ താദൃശീം ചിത്തശാന്തിം. പണ്ടൊരു ബ്രാഹ്മണന് താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പത്തെല്ലാം നശിച്ചപ്പോൾ വിരക്തിയുണ്ടായി, നിർമ്മലമായ ബുദ്ധിയുണ്ടായി. അവന് ജനങ്ങളാൽ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടായി. ജനങ്ങളോ കാലമോ കർമ്മങ്ങളോ ഗ്രഹങ്ങളോ എൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നില്ല. എൻ്റെ മനസ്സാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ആ മനസ്സാകട്ടെ ഇവിടെ മായാബന്ധമായ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ അനർത്ഥങ്ങളെയും ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ അപ്പോൾ തന്നെ അവിടുത്തെ പദത്തെ പ്രാപിക്കുന്നവനായി. അല്ലയോ ഭഗവാനെ, അപ്രകാരമുള്ള ചിന്താഗതിയെ അടിയനുണ്ടാക്കി തരണമേ. അപ്പോൾ ഒരു ബ്രാഹ്മണൻ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം നശിച്ചപ്പോൾ ഭഗവാനിൽ ആ ഭക്തി ഉണ്ടായി. അപ്പോൾ വിരക്തി ഉണ്ടായിട്ട് നിർമ്മല ബുദ്ധി ഉണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് എല്ലാം ഉണ്ടാവുമ്പോഴാണ്, അതിൽ അഹങ്കരിക്കുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനെ മറന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിതെല്ലാം തന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാനുള്ള അവകാശവും അധികാരവും ഭഗവാൻ തന്നെയുണ്ട്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതൊന്നും ഈ ഭൂമിയിലുള്ളതൊന്നും ശാശ്വതമല്ല. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ദ്രോഹിച്ച് നമ്മൾ അത് സ്വന്തമാക്കിയെന്ന് കരുതിയിട്ട് അതിലൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനെ അഹങ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അധികാരവും ഭഗവാനുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെ അഹങ്കരിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിലുള്ള ആ ഭക്തി ഇല്ലാതാവുന്നത്. അപ്പൊ ആ ഭഗവാനെ മറക്കുന്നത് അപ്പോഴാണ്. അപ്പൊ ഇത് ഇല്ലാതായപ്പോൾ, ഈ ബ്രാഹ്മണൻ അതെല്ലാം ഇല്ലാതായ സമയത്ത് നിർമ്മലമായ ബുദ്ധി ഉണ്ടാവുകയും അങ്ങനെ അവന് ജനങ്ങളാൽ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങളോ കാലമോ കർമ്മങ്ങളോ ഗ്രഹങ്ങളോ എൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നില്ല, എൻ്റെ മനസ്സാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന തിരിച്ചറിവുണ്ടാകുന്നു. ആ മനസ്സാകട്ടെ മായാബന്ധമായ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ അനർത്ഥങ്ങളെയും ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ അപ്പോൾ തന്നെ അവിടുത്തെ പദത്തെ പ്രാപിക്കുന്നവനായി. അപ്പൊ എന്ത് ചെയ്യണം? ഈ ബ്രാഹ്മണന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം ഉണ്ടായി. അപ്പോഴും അവൻ ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചു. അതിനുശേഷം എന്നിട്ട് പറയുകയാണ്, ഇതൊന്നും എൻ്റെ ദുഃഖത്തിന് കാരണമല്ല, എൻ്റെ മനസ്സാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല കൃഷ്ണ, എന്നെ ബാധിക്കുകയില്ല ഭഗവാനെ എന്നുള്ള ആ ഒരു ഉറച്ച മനസ്സുണ്ടാവുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനിൽ ആ ശരണാഗതി പ്രാപിക്കാൻ കഴിയുന്നത്. അങ്ങനെയും ഭഗവാനെ, ഇതിലൊന്നും എനിക്ക് ഒരു ഇതും ഇല്ല, ഞാൻ ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല, ഞാൻ ആകെ അറിയുന്നത് ഭഗവാനെ മാത്രമാണ്, ഭഗവാനിൽ മാത്രമാണ് എൻ്റെ മനസ്സുള്ളത് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഭഗവാനിൽ ആ ശരണാഗതി പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ആ ബ്രാഹ്മണൻ ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്നവനായി മാറി. അപ്രകാരമുള്ള ചിന്താഗതിയെ അടിയൻ ഉണ്ടാക്കി തരണേ. അപ്പൊ അങ്ങനെ ആ ബ്രാഹ്മണൻ ഉണ്ടായ പോലത്തെ ആ ഒരു ചിന്താഗതിയെ അടിയൻ ഉണ്ടാക്കി തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും സാരമില്ല, എനിക്ക് ഭഗവാൻ ഉണ്ട് കൂടെ. ഞാൻ ആരെന്ത് ഇതാക്കിയാലും ഞാൻ അതിലൊന്നും ഇതാവില്ല. ഞാൻ എപ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കും, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭഗവാനിൽ ആ ശരണാഗതി മാത്രമാണ് വേണ്ടത്. അങ്ങനെയുള്ള ഭഗവാനിൽ ആ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവിടെയാണ് ഭഗവാനിൽ ആ ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുന്നത്. ഐളഹ പ്രാഗുർവശീം പ്രത്യക്തി വിവശമനാഹ സേവമാനച്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ശുദ്രമാവേദികായൻഹ ത്വത്ഭക്തിം പ്രാപ്യ പൂർണ്ണഃ സുഖതരമരച്ചരത്
തദ്വദ്ദൂതാസംഗം ഭക്തോസം ക്രിയാമാം പവനപുരപദേ ഹന്തമേരുദ്ധിരോഗാൻ. പണ്ട് ഇളാപുത്രനായ പുരൂരവസ് സ്വർലോകസുന്ദരിയും ഭാര്യയുമായ ഉർവശിയിൽ അവളുമായുള്ള വിരഹത്താൽ വ്യാകുലപ്പെട്ട മനസ്സുള്ളവനായി തീർന്നു. പിന്നീട് ഒന്നു ചേർന്ന ആ ഉർവശിയുമായി വളരെ കാലം എല്ലാം മറന്ന് മുഴുകിക്കഴിഞ്ഞു. പിന്നീട് വിരക്തനായി തീർന്ന ആ പുരൂരവസ് ഈ സ്ത്രീസുഖം വളരെ നിസാരമാണ് എന്ന് കീർത്തിക്കുന്നവനായി അവിടുത്തെ ഭക്തിയിൽ മനസ്സർപ്പിച്ച് പൂർണ്ണകാമനായി പരമാനന്ദത്തോടെ സഞ്ചരിച്ചു. അവിടുന്ന് അടിയനെയും അതുപോലെ വിഷയാസക്തികളില്ലാത്തവനാക്കി ഭക്തോത്തമനാക്കി തീർക്കണേ. അല്ലയോ ഗുരുവായൂരപ്പ, അടിയന്റെ രോഗങ്ങളെ ഇല്ലാതാക്കണമേ. അപ്പോ പണ്ട് ഇളാപുത്രനായ പുരൂരവസ് സ്വർലോകസുന്ദരിയും ഭാര്യയുമായ ഉർവശിയുടെ വിരഹത്താൽ വ്യാകുലപ്പെട്ട മനസ്സുള്ളവനായി തീർന്നു. അപ്പോൾ ദേവസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉർവശി, രംഭ, തിലോത്തമ എന്നൊക്കെ പറഞ്ഞ അതീവ സുന്ദരിമാരാണ്. അപ്പൊ അങ്ങനെയുള്ള അതീവ സുന്ദരിയായ തന്റെ ഭാര്യയായിരുന്നു ഉർവശി എന്ന് പറയുന്നത്. സ്വർലോക സുന്ദരിയായ ഭാര്യയായിരുന്നു. അപ്പം ഇളാപുത്രനായ പുരൂരവസിന്റെ ഭാര്യയായിരുന്നു ഉർവശി. അപ്പം ഈ ഉർവശിയെ പിരിഞ്ഞിരുന്ന സമയത്ത് പുരൂരവസിന് വളരെ ദുഃഖമുണ്ടാവുന്നു. അങ്ങനെ വളരെ കാലം ഉർവശിയുമായിട്ട് പിരിഞ്ഞിരുന്നതിൽ വ്യാകുലപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ഉർവശിയെ കാണുകയും അങ്ങനെ എല്ലാം മറന്ന് ആ ഉർവശിയുമായിട്ട് അതിൽ മുഴുകി കഴിയുകയും ചെയ്തു. പിന്നീട് വിരക്തനായി തീർന്നു. പിന്നീട് പുരൂരവസ് എന്ത് ചെയ്യണം? അതിൽ വിരക്തി സംഭവിക്കുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഈ സ്ത്രീ സുഖം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. സ്ത്രീ സുഖം എന്ന് പറയുന്ന അതിലൊന്നുമില്ല, അത് വളരെ നിസ്സാരമാണ് എന്ന് കീർത്തിക്കുന്നതിനായിട്ട് ഇതിലൊരു സുഖവും ഇല്ല, ഇത് വെറും എന്താ പറയാ, ഇത് നിസ്സാരമാണ് എന്നുള്ള ഈ മനസ്സ് കൊണ്ടുവന്ന് ആ ഒരു വിരക്തി കൊണ്ടുവന്നിട്ട് ഭഗവാനിലേക്ക് ആ ഭക്തി ഉണ്ടാവുകയും ഭഗവാനിൽ മനസ്സർപ്പിച്ച് പൂർണ്ണകാമനായി പരമാനന്ദത്തോടെ സഞ്ചരിച്ചു. അപ്പൊ ഭഗവാനിലേക്ക് വരുമ്പോഴാണ് ആ ഭക്തി പൂർണ്ണാനന്ദമാവുന്നത്. അങ്ങനെ പൂർണ്ണാനന്ദമായി ആ ഭഗവാനിലേക്ക് വന്ന പരമാനന്ദത്തോടെ ആ പുരൂരവസ് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അവിടുന്ന് അടിയനെയും അതുപോലെ വിഷയാസക്തി ഇല്ലാത്തവനാക്കി ഭക്തോത്തമനാക്കി തീർക്കണേ. അപ്പൊ അങ്ങനെ അടിയനെയും അങ്ങനെയുള്ള സ്ത്രീ സുഖങ്ങളിൽ നിന്നോ പുരുഷ സുഖങ്ങളിൽ നിന്നോ ഉള്ള ഇതിൽ നിന്നെല്ലാം വിരക്തി ഉണ്ടാക്കി, അങ്ങനെയുള്ളതൊന്നും ശാശ്വതമല്ല, അങ്ങനെയുള്ളതിലൊന്നും ഒരു കാര്യവുമില്ല, അങ്ങനെയുള്ളതെല്ലാം വെറും നിസാരമാണ്, സ്ത്രീ സുഖമോ പുരുഷ സുഖമോ ഒക്കെ വെറും നിസാരമാണ് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കി അങ്ങനെ അത് നിസാരമായി കണ്ട് അതിൽ വിരക്തി ഉണ്ടായി ഭഗവാനിലേക്കുള്ള ആ ഭക്തി വന്ന് ഭഗവാനിൽ ആ പരമാനന്ദ രസത്തെ ആ പരമാനന്ദത്തെ അനുഭവിക്കാൻ കഴിയണേ. അങ്ങനെ ഭഗവാനിലേക്ക് ആ ഭക്തി ഉണ്ടാവണേ, അതിനുവേണ്ടി അടിയനെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. പലർക്കും ഉണ്ടല്ലേ, പലർക്കും ഇങ്ങനെ ചില പുരുഷന്മാർക്ക് തന്നെ ഉണ്ട് ചില സ്ത്രീകളെ കാണുമ്പോൾ വളരെ അധികമായിട്ടുള്ള കാമാസക്തി, അവരോട് വളരെ ഒരു സ്നേഹവും പ്രേമവും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അല്ലേ. പക്ഷെ പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ അതില് വളരെയധികം വിഷമം തോന്നാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വിഷമം തോന്നേണ്ട കാര്യമില്ല, അതിലൊക്കെ ഒരു വിരക്തി കൊണ്ടുവരാന്നുള്ളതാണ്. അതിന് നമ്മൾ പോയിക്കഴിഞ്ഞാലും അത് പലതരത്തിലുള്ള തെറ്റായ മാർഗങ്ങളാണ്. അങ്ങനെ പല ഇതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരി വരാൻ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിലൊന്നും പോയി പെടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ. അത് വെച്ചിട്ട് പലരും പല രീതിയിൽ നമ്മെ ചൂഷണം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ത്രീ സുഖം അല്ലെങ്കിൽ പുരുഷ സുഖം എന്നൊക്കെ പറയുന്നത് വെറും നിസാരമാണ്. അതിൽ നിന്നുള്ളൊരു വിരക്തിയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അതിൽ നിന്നൊരു വിരക്തി ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്ക് ആ ഭക്തി ഉണ്ടാവുന്നത്, ഭഗവാനിലേക്ക് ആ പരമാനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നിട്ട് ഭഗവാനിൽ ആ പരമാനന്ദ സുഖത്തെ ആ പരമാനന്ദത്തെ ആഗ്രഹിക്കാൻ കഴിയുന്നത്, ആ പരമാനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തി ഈ വിഷയാസക്തികളൊന്നും ഇല്ലാത്തവനാക്കി മാറ്റി ഭക്തോത്തമനാക്കി തീർക്കണേ. ഭഗവാനിൽ ആ ഭക്തി ഉണ്ടാവണേ, അങ്ങനെ ഭക്തോത്തമനാക്കി തീർക്കണേ. അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ അടിയന്റെ രോഗങ്ങളെ ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം അല്ലെ. അങ്ങനെയുള്ള വിഷയാസക്തികൾ ഉണ്ടാവുമ്പോഴാണ് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്, വിഷമങ്ങൾ ഉണ്ടാവുന്നത്.
അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ്, ചിലർക്ക് എന്താ പറയാ, പലതരത്തിലുള്ള ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ചിലർ ഇങ്ങനെ പ്രേമ നൈരാശ്യം കൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യാറൊക്കെ ഇല്ലേ. അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് വെറും നിസ്സാരമാണ്, അതിനെ ഒരു നിസ്സാരമാക്കി കാണുക എന്നുള്ളതാണ്. അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയുമ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്ക്, ആ ഭഗവാന്റെ ആത്മസ്വരൂപത്തിലേക്ക് ആ ശ്രദ്ധ വരികയും അങ്ങനെ ഭഗവാനിൽ നമുക്ക് ആ ഭക്തി ഉണ്ടാവുകയും അങ്ങനെ ഭഗവാൻ ആ ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളേ നോക്കാം കേട്ടോ. കാൾമി, സുരേഷ്, അരുൺ, പ്ലീസ്, സുധീഷ്, ശരത്, അച്ചൂസ്, ക്യൂൻ ഓഫ് റോസ്, സൂരജ്, ബട്ടർഫ്ലൈ, രേവതി, അനു, ദിവ്യ, ജയേഷ്, കൃഷ്ണപ്രഭ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ദശകം 97 ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയുമാണ്. അപ്പൊ ഇതെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ആ ഭക്തിയോഗ, ആ ഭഗവാനിലേക്കുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റുള്ള വിഷയ സുഖങ്ങളെല്ലാം, കാമക്രോധ ലോഭ മോഹാദികളെല്ലാം ഇല്ലായ്മ ചെയ്ത് അങ്ങനെയുള്ള ഇതിൽ നിന്നെല്ലാം ആ ഒരു വിരക്തി വന്നിട്ട്, പെട്ടെന്ന് തന്നെ ആ ഒരു വിരക്തി ഉണ്ടായിട്ട്, ചിലർക്കത് പടിപ്പടിയായിട്ട് ഉയരാൻ കഴിയുള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു വിരക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിരക്തി ഉണ്ടായിട്ട് പൂർണ്ണമായിട്ട് ഭഗവാനിലെ ഒരു ഭക്തി വന്നിട്ട് ഭഗവാൻ ആ ഒരു ആനന്ദ സ്വരൂപത്തെ, ആ പരമാനന്ദത്തെ അനുഭവിച്ച് ഭഗവാനിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയായിരിക്കണം എല്ലാവരും ശ്രമിക്കേണ്ടത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം.